നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളെന്തോ ആണ്, വലിയ ആൾക്കാരാണ്, ഞങ്ങളുടെ അത്രയൊന്നും ആർക്കും എത്താൻ കഴിയില്ല. അഹങ്കരിക്കരുത്. ഒന്നിൻ്റെ കാര്യം, എല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ വലിയ വാഹനമുണ്ടോ, അല്ലെങ്കിൽ വീടുണ്ട്, ഇതെല്ലാം ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹമാണ്. പഠിക്കാൻ നല്ല കഴിവുണ്ടോ, നല്ലൊരു കുടുംബം ലഭിച്ചോ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടോ, നല്ല മാർക്ക് ലഭിച്ചോ, നല്ല സ്കൂളിൽ കോളേജിൽ പഠിക്കുകയാണോ, വിവിധ രാജ്യങ്ങളിലാണോ, അത് നിങ്ങൾ അനുഭവിക്കുന്ന ആ കാര്യം ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹമാണ്. ആ ഒരുപക്ഷെ ഒരാൾ അഹങ്കരിക്കുന്നു, അവർ തകർന്നു വീഴുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊണ്ടവരോ, ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും. നിങ്ങൾ ശിരസുയർത്തി നിൽക്കും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കാൻ തീരുമാനിച്ച നിങ്ങൾ എങ്ങനെ നിൽക്കും? നിങ്ങളുടെ കുടുംബത്തിൽ, ദേശത്ത്, പരിചയക്കാരുടെ മുമ്പിൽ, സുഹൃത്തുക്കളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ശിരസുയർത്തി നിൽക്കും. തകർന്നു വീഴില്ല, വാടിപ്പോകില്ല, തോറ്റുപോകുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അങ്ങനെ അഭിമാനം കൊള്ളുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ശിരസുയർത്തി നിൽക്കാൻ ദൈവം ഇടവരുത്തും.